സാമൂഹിക ഉദ്ഗ്രഥനവും സാമൂഹിക നിയന്ത്രണവുമാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ. സമൂഹത്തിൽ ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ മൂലമാണ് ആത്മഹത്യകൾ ഉണ്ടാകുന്നത്. ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരത്തിലുള്ള ആത്മഹത്യകൾ സംഭവിക്കാമെന്ന് എമിലി ഡർഗിം ചൂണ്ടിക്കാട്ടുന്നു. സാമൂഹിക ഉദ്ഗ്രഥനം കൂടിയാൽ വ്യക്തികൾക്ക് സാമൂഹിക ബോധവും കൂടുതലായിരിക്കും. ഇതിന് വിപരീതമായ ഒരു ഘട്ടത്തിൽ താൻ സമൂഹത്തിൽ ആരുമല്ല എന്ന തരത്തിലുള്ള വിഷാദാത്മകമായ ചിന്തയും വ്യക്തികളിൽ ഉണ്ടാകാം. എമിലി ഡർഗിം ചൂണ്ടിക്കാണിച്ച 4 പ്രധാനപ്പെട്ട ആത്മഹത്യകൾ: ഒന്നാമതായിട്ട് ഓൾട്രോയിസ്റ്റിക് സൂയിസൈഡ് അഥവാ പരക്ഷേമകാംക്ഷ മൂലമുള്ള ജീവത്യാഗം. സാമൂഹിക ബന്ധങ്ങൾ സുദൃഢമായിരിക്കുമ്പോൾ വ്യക്തികൾക്ക് തങ്ങളുടേതിനേക്കാൾ മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ താല്പര്യം കൂടുക സ്വാഭാവികമാണ്. സാമൂഹിക നിയമങ്ങൾ അനുസരിക്കാൻ വ്യഗ്രത ഇവിടെ കൂടുതലായിരിക്കും. ആത്മഹത്യ എന്നതിലുപരി മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുന്നതിലേക്കായി ആത്മസമർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ വളരെ ഉയർന്ന തോതിലുള്ള സാമൂഹിക ഐക്യമത്യം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണെന്ന് കാണാൻ കഴിയും. സാമൂഹിക സാഹചര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം ആത്മഹത്യകളുടെ നിരക്ക് കൂടുതലായിരിക്കും. വിവിധ പ്രദേശങ്ങളിലെ ആചാരങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ആത്മഹത്യകൾ ഡർഗിം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന സതി എന്ന ആചാരം സാമൂഹിക കൂട്ടായ്മയുടെ പ്രകടനമായാണ് അദ്ദേഹം വീക്ഷിച്ചത്. അതുപോലെ തന്നെ ഡെൻമാർക്കിലെ യോദ്ധാക്കൾ പ്രായാധിക്യം മൂലമുള്ള അവശതകൾ മറികടക്കുവാൻ ആത്മഹത്യ ചെയ്യുന്ന സമ്പ്രദായം നിലനിന്നിരുന്നതായി ഡർഗിം പറയുന്നു. അതുപോലെ തന്നെ ബുദ്ധഭിക്ഷുക്കളുടെ ആത്മത്യാഗം, ജപ്പാനിലെ യോദ്ധാക്കൾ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ നടത്തിയിരുന്ന ആത്മഹത്യ എന്നിവയും സാമൂഹിക കൂട്ടായ്മയുടെ ലക്ഷണങ്ങളാണ്. 2ാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനുണ്ടായ പരാജയത്തെ തുടർന്ന് നിരവധി സൈനിക മേധാവികൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. 2ാമത്തെ തരം ആത്മഹത്യ എന്ന് പറയുന്നത് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. സാമൂഹിക ഉദ്ഗ്രഥനം വളരെ കുറഞ്ഞ സമൂഹങ്ങളിൽ വ്യക്തിബന്ധങ്ങൾക്ക് തീവ്രതയും കുറഞ്ഞിരിക്കും. സാമൂഹിക ബോധത്തിൻ്റെ അഭാവം മൂലമുള്ള സാമൂഹിക പ്രതിബദ്ധതയും കുറവായിരിക്കും. ഇത്തരം ഘട്ടങ്ങളിൽ ഓരോ വ്യക്തിയും തൻ്റേതു മാത്രമായ ഒരു ലോകത്ത് ഒതുങ്ങിക്കഴിയുവാൻ താല്പര്യം കാണിക്കുന്നു. സ്വതവേ അന്തർമുഖത്വം പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ താൻ ഒറ്റപ്പെട്ടവനാണെന്നും തനിക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവും ഇല്ലെന്നുമുള്ള ചിന്തകൾ അവരിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. ജീവിതത്തിന് വിശേഷിച്ചൊരു അർത്ഥവുമില്ല എന്ന തോന്നൽ അത്തരം വ്യക്തികളെ ആത്മഹത്യയിലേക്ക് നയിക്കാം. പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ, ഫ്രഞ്ചുകാർ, അവിവാഹിതരായിട്ടുള്ള ആളുകൾ എന്നിവർക്കിടയിലുള്ള ആത്മഹത്യകൾക്ക് കാരണമായി ഡർഗിം ചൂണ്ടിക്കാണിച്ചത് സമൂഹവുമായുള്ള അവരുടെ അടുപ്പമില്ലായ്മയാണ്. കുടുംബ ബന്ധങ്ങളും മതബോധവും ആത്മഹത്യകളുടെ നിരക്കിനെ സ്വാധീനിക്കുന്നതായി ഡർഗിം കണ്ടെത്തിയിരുന്നു. വിവാഹിതരിലേക്കാൾ ആത്മഹത്യകൾ അവിവാഹിതരിലാണ് എന്നും കുടുംബങ്ങളിൽ താമസിക്കുന്നവരിൽ അണുകുടുംബ നിവാസികളെക്കാൾ ആത്മഹത്യാ പ്രവണത കൂട്ടുകുടുംബങ്ങളിലെ താമസിക്കുന്നവരിൽ അണുകുടുംബ നിവാസികളെക്കാൾ ആത്മഹത്യാ പ്രവണത കുറഞ്ഞിരിക്കുമെന്നും അദ്ദേഹം കണ്ടെത്തി. യുദ്ധം, പ്രകൃതിക്ഷോഭം എന്നിവ സാമൂഹിക സമതുലിതാവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാമെങ്കിലും ആത്മഹത്യാ നിരക്ക് കുറയുകയാണ് ചെയ്യുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാമൂഹികമായ യോജിപ്പ് കൂടുന്നു എന്നതിനാലാണ് വൈദേശികമായ ആക്രമണങ്ങൾ ഫലപ്രദമായി തടയുന്നതിനായി ഏതൊരു രാജ്യത്തെയും പൗരന്മാർ തങ്ങളുടെ ആഭ്യന്തരമായ ഐക്യം ബലപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ എമിലി ഡർഗിമിൻ്റെ മറ്റൊരു നിരീക്ഷണമാണ് കത്തോലിക്കരും ജൂതന്മാരും തീവ്രത കൂടിയതോ കുറഞ്ഞതോ ആയ രീതിയിൽ ദേശീയബോധം പ്രകടിപ്പിക്കാത്തതിനാൽ അവർക്കിടയിലുള്ള ആത്മഹത്യകളുടെ നിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്നതായും എമിലി ഡർഗിം ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ ആത്മഹത്യകളെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള വീക്ഷണങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. 3ാമത്തെ ആത്മഹത്യാ രീതിക്ക് അനോമിക് സൂയിസൈഡ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. സാമൂഹിക നിയന്ത്രണം അഥവാ സോഷ്യൽ കൺട്രോൾ എന്നതിലുപരി വ്യക്തികളെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. സാമൂഹിക നിയന്ത്രണം അഥവാ സോഷ്യൽ കൺട്രോൾ ഏതു തരത്തിൽ വ്യക്തികളെ സ്വാധീനിക്കുന്നുവെന്ന് ഡർഗിം വളരെ വിശദമായി പഠിക്കുകയുണ്ടായി. നിയമവാഴ്ച പരാജയപ്പെടുമ്പോൾ വ്യക്തികൾക്ക് ആശ്വാസമേകുവാനുതകുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. സാമ്പത്തിക മാന്ദ്യം മൂലം കച്ചവടക്കാർക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നേറണമെങ്കിൽ അതിനു തക്ക നിയമങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ്. സാമൂഹിക സമതുലിതാവസ്ഥയിലുള്ള മാറ്റങ്ങൾ വ്യക്തികളെ നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കാം. ഉയർന്ന നിരക്കിലുള്ള ആശയാഭിലാഷങ്ങളും ഉയർന്ന തോതിലുള്ള ആത്മഹത്യകൾക്കുള്ള കാരണമാകുന്നതായി എമിലി ഡർഗിം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി.
മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് അതിരുകൾ ഉണ്ടാകണമെങ്കിൽ ധാർമ്മികമായ മുന്നേറ്റം ആവശ്യമാണ്. സാമൂഹിക ബോധം ശക്തമാണെങ്കിൽ മാത്രമേ ധാർമ്മിക പുരോഗതി നേടുവാൻ കഴിയുകയുള്ളൂ. ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ച സ്വാഭാവികമായും വർദ്ധിച്ച ആത്മഹത്യകൾക്ക് കാരണമാകും. സാമ്പത്തികമായും മെച്ചപ്പെട്ട ജീവിതം നയിച്ചിരുന്നവർക്ക് ആകസ്മികമായി ഉണ്ടാകുന്ന തകർച്ചകളെ അതിജീവിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. സാമ്പത്തിക ഘടനയുടെ താഴെത്തട്ടിലേക്ക് മാറ്റപ്പെടുന്ന അവർ പുതിയ സാഹചര്യങ്ങളുമായി യോജിച്ചു പോകുവാൻ കഴിയാതെ വരുന്നത് മൂലം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാറുണ്ട്. പണക്കാരിലും വിവാഹബന്ധം വേർപ്പെടുത്തിയവരിലുമാണ് അനോമിക് ആത്മഹത്യകൾ കൂടുതലായി കണ്ടുവരുന്നത്. ബന്ധുജനങ്ങളുടെ ആകസ്മികമായ വേർപാടുകൾ, വിവാഹമോചനം, ജീവിത നിലവാരത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നിവയെല്ലാം ഇത്തരം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ കഴിയാത്തവരിൽ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കാം. അത് ക്രമേണ അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം. നാലാമത്തെ ആത്മഹത്യ എന്ന് പറയുന്നത് ഫറ്റാലിസ്റ്റിക് സൂയിസൈഡ് എന്നുള്ളതാണ്. സമൂഹം വ്യക്തികളുടെ മേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന അവസ്ഥ ആത്മഹത്യകൾക്ക് കാരണമാകാം. ദുസ്സഹമായ നിയന്ത്രണങ്ങൾ, പീഡനങ്ങൾ മുതലായവയാണ് ഇത്തരം ആത്മഹത്യകളുടെ കാരണം. ഇനിയൊരു ഉയർച്ച ഉണ്ടാകാത്ത വിധം ഭാവി ഇരുളടഞ്ഞതാണെന്ന തോന്നൽ കടുത്ത മാനസിക വിഷമത്തിന് കാരണമാകാം. സന്താന സൗഭാഗ്യം ലഭിക്കാത്ത സ്ത്രീകൾ, വിവാഹ ജീവിതത്തിലേക്ക് കാലൂന്നിയവർ, സാമ്പത്തിക തകർച്ചയെ നേരിടുന്നവർ എന്നിവരിൽ ഉണ്ടാകുന്ന മാനസിക വൈഷമ്യങ്ങൾ ആത്മഹത്യയിൽ കലാശിക്കാമെന്നും ഡെർഗിം പറയുന്നു. ഭാവിയിൽ തനിക്ക് ഒരു സാധാരണ രീതിയിലുള്ള ജീവിതം ലഭ്യമല്ല എന്ന അറിവ് മൂലം സതി അനുഷ്ഠിക്കുവാൻ ഒരു വിധവ തയ്യാറെടുക്കുന്നത് ഇത്തരം ആത്മഹത്യക്ക് ഉദാഹരണമായി കണക്കാക്കാം. ആത്മഹത്യയെക്കുറിച്ചുള്ള തൻ്റെ പഠനത്തിൽ കൂടി ഡെർഗിം എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഇവയാണ്. സാമൂഹിക ഉദ്ഗ്രഥനം കൂടുന്നതും കുറയുന്നതും ആത്മഹത്യകൾക്ക് കാരണമാണ്. എന്നാൽ മിതമായ തോതിലുള്ള ഉദ്ഗ്രഥനം ഉള്ള സമൂഹങ്ങളിൽ ആത്മഹത്യകളുടെ നിരക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ സാമൂഹിക നിയന്ത്രണങ്ങൾ മിതമായ രീതിയിൽ ഉള്ളതാണെങ്കിൽ അത്തരം സമൂഹങ്ങളിൽ ആത്മഹത്യാ നിരക്ക് വളരെ കുറഞ്ഞിരിക്കും. ആത്മഹത്യകളെക്കുറിച്ചുള്ള ഔദ്യോഗിക കണക്കുകളുടെ അപഗ്രഥനത്തിൽ നിന്നുള്ള ഡെർഗിമിൻ്റെ ചില കണ്ടെത്തലുകൾ ഏറെ പ്രസക്തമാണ്. പ്രധാനമായും അദ്ദേഹം 7 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, തണുപ്പ് കാലങ്ങളിൽ ആത്മഹത്യാ നിരക്ക് ചൂടുകാലങ്ങളിലേതിനേക്കാൾ കുറഞ്ഞിരിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളെക്കാൾ പുരുഷന്മാരിൽ ആത്മഹത്യാ നിരക്ക് കൂടുതലാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, പ്രായം കൂടുന്തോറും ആത്മഹത്യാ നിരക്ക് കൂടുന്നു. പട്ടാളക്കാർ സിവിലിയന്മാരെക്കാൾ കൂടുതലായി ആത്മഹത്യ ചെയ്യുന്നു. പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗക്കാർ കത്തോലിക്കരേക്കാൾ കൂടുതലായി ആത്മഹത്യ ചെയ്യുന്നു. അവിവാഹിതരുടെ ഇടയിലാണ് ആത്മഹത്യ നിരക്ക് കൂടുതലുള്ളത്. ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരപ്രദേശങ്ങളിൽ ആത്മഹത്യകൾ കൂടുതലായി സംഭവിക്കുന്നു. ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എമിലി ഡെർഗിം പങ്കുവയ്ക്കുന്നത്.